വെൽക്കം ടു സർവീസ് നിയർ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സർവീസ് നിയറിൽ മൊബൈൽ വേർഷൻ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യുന്നതെന്നാണ്. സോ അതിന് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്ത ശേഷം മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചൂസ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഫോമുണ്ട്. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആൻഡ് നമ്മൾ മെയിലായിട്ട് ഗൂഗിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഡ്രൈവിലോട്ട് വന്ന് കിടക്കും. മെയിൽ ഏതാണുള്ളത് അതിൽ ഡ്രൈവിലോട്ട് വന്ന് കിടക്കും. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ആൻഡ് പ്രൈസ്, ഫൈനലായിട്ട് പ്രൈസും കൂടെ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. സോ നമുക്കൊരു പർച്ചേസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് സെല്ലറിൻ്റെ നെയിം, ആൻഡ് സെല്ലറിൻ്റെ ഫോൺ നമ്പർ. ഞാൻ ഇവിടെ ഡമ്മി നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ OTP വെച്ച് വെരിഫൈ ചെയ്യാം. ഇനി അത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് OTP വെരിഫിക്കേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അഡ്രസ്സ് കൊടുക്കുക. ലാൻഡ്മാർക്ക്, സെല്ലറി മാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. റെഫറൽ ഉണ്ടെങ്കിൽ കൊടുക്കാം. പ്രൂഫ് ടൈപ്പ് കൊടുക്കാം. ഞങ്ങളുടെ ആധാറാണ് എടുക്കുന്നത്. ആൻഡ് ID കൊടുക്കുക. ഡമ്മി നമ്പറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആൻഡ് ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഫില്ല് ചെയ്യുക. ബ്രാൻഡ് കൊടുക്കുക. ആൻഡ് ഡിവൈസിൻ്റെ മോഡൽ ആൻഡ് IMEI നമ്പർ. ഇത് ഞാൻ ഡെമോ നമ്പറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആൻഡ് സീരിയൽ നമ്പർ കൊടുക്കാം. ആൻഡ് റാം എത്രയുണ്ടെന്ന്, സ്റ്റോറേജ് ആൻഡ് അതിൻ്റെ കളറ്. ഇവിടെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് നമ്മുടെ ഡ്രൈവിലോട്ട് വന്ന് കിടക്കും. അതുപോലെ തന്നെ സെല്ലറിൻ്റെ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. ആൻഡ് ഡിവൈസിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്കിവിടെ ടിക്ക് ചെയ്ത് പോകാനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. ഹെഡ്ഫോണാണോ, ഞാൻ നമുക്ക് ടിക്ക് ചെയ്ത് പോകാം. ആൻഡ് ഫൈനലായിട്ട് നമുക്കിവിടെ പർച്ചേസ് വാല്യൂ കൊടുക്കാം. സെല്ലിംഗ് പ്രൈസ് കൊടുക്കാം. ആൻഡ് മിനിമം സെയിൽസ് പ്രൈസ് ആണെങ്കിൽ കൊടുക്കാം. ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പർച്ചേസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ പർച്ചേസ് സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പർച്ചേസ് എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് അഗൈൻ സെക്കൻഡ് ഹാൻഡ് ഓപ്പൺ ആക്കുക. അതിൽ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പർച്ചേസ് ഫസ്റ്റ് വന്ന് കിടക്കണ്ടോ. സോ ഇങ്ങനെയാണ് മൊബൈലിൽ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. So thank you.